നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഒല്ലൂർ സെന്ററിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ലോറിയും കൂട്ടിയിടിച്ച് 5 അയ്യപ്പ ഭക്തർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഹൈമാസ് ലൈറ്റിൽ ഇടിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4:30ഓടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിനി ലോറിയുടെ മുൻഭാഗം തകർന്ന നിലയിലാണ്. ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് കുരിശുമുടിയിൽ കൊടിയേറി. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് കൊടിയേറ്റി. തുടർന്ന് ദിവ്യബലിയും നൊവേനയും ലതീഞ്ഞും നേർച്ച ഭക്ഷണവും ഉണ്ടായി. പരിപാടികൾക്ക് ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്ത് പറമ്പിൽ, കൈകാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് കോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, കൺവീനർ ഷിജു പഴയടത്ത് പറമ്പിൽ, സൈമൺ കറുകുറ്റിക്കാരൻ, കുരിശുമുടി ജെയ്മോൻ കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പൗണ്ട് മുതൽ കച്ചേരിക്കടവ് പാലം വരെയുള്ള 3/4 കിലോമീറ്റർ ദൂരം റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. റോഡ് വീതി കൂട്ടി നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയതായി അധികൃതർ. വരന്തരപ്പള്ളി പഞ്ചായത്ത് 19-ാം വാർഡ് തെക്കുമുറി പ്രദേശം ഉൾപ്പെടുന്ന 750 മീറ്ററോളം റോഡാണ് തകർന്ന് തരിപ്പണമായത്. വീതി കുറഞ്ഞ റോഡിൽ ടാറിംഗ് അടർന്നു മാറി കാൽനട യാത്ര പോലും അസാധ്യമാണ്. ഇരുവശത്തെയും കാനകളും ഇടിഞ്ഞ് നാമാവശേഷമായി. ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾക്കായി റോഡിൽ ഉടനീളം ചെറിയ ചാലുകൾ കീറിയത് വലിയ ഗർത്തമായി മാറി. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ വീടുകളിലേക്ക് വാട്ടർ അതോറിറ്റി കണക്ഷൻ കൊടുത്തിട്ട് ആ റോഡ് വെട്ടിപ്പൊളിച്ച ഭാഗം ഇപ്പോൾ വെള്ളം ഒഴുകിപ്പോണ ഒരു ആണീരെ വലിപ്പത്തിലായിക്കാണ്. ഇതുമൂലം ബൈക്ക് യാത്രക്കാർക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുന്ന ജനങ്ങൾ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുമ്പോഴും ജനങ്ങൾക്ക് ആ കട്ടർ ചാടുമ്പോൾ ജനങ്ങൾക്ക് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നല്ലൊരു പാലം വന്നു. പക്ഷെ പാലത്തിലേക്ക് എത്താനുള്ള റോഡ് ഇപ്പോൾ തന്നെ അത് ശോചനാവസ്ഥയിലായി. വാഹനങ്ങൾക്ക് കാൽനടക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിയിരിക്കുകയാണ്. ഈ പാലം കഴിഞ്ഞിട്ടുള്ള റോഡ് നല്ല രീതിയിൽ പണിയുകയും ഈ പാലം വരെയുള്ള റോഡ് മോശമായിട്ട് ഇടുകയും ഇതൊരു അധികാരികളുടെ ഒരു അനാസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ലൊരു പാലം വരുമ്പോൾ ആ പാലത്തിലേക്ക് നല്ല റോഡല്ല വേണ്ടത്, വികസനമല്ല വേണ്ടത്. ഈ പൗണ്ട് ജംഗ്ഷനിൽ തിരിയുന്ന ഭാഗത്ത് റോഡിൻ്റെ വീതി കൂട്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലും വീതി കൂട്ടി എടുത്ത് ഒരു ബസ്സിന് പോകാനുള്ള ഒരു സൗകര്യങ്ങളും ഒരുക്കാനുള്ള ഒരു സന്ദർഭം അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കച്ചേരിക്കടവ് പാലം നിർമ്മാണ പ്രവൃത്തികളോടൊപ്പം റോഡ് നവീകരിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും വീതി കൂട്ടുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ പ്രദേശവാസികളിൽ ചിലർ തയ്യാറാകാതിരുന്നതാണ് പ്രതിസന്ധിയായതെന്ന് അധികൃതർ പറയുന്നു. സ്ഥലം വിട്ടുതരാൻ തയ്യാറായാൽ കച്ചേരിക്കടവ് പാലത്തിൻ്റെ വീതിക്ക് സമാനമായി റോഡ് വീതി കൂട്ടി കാനകൾ ഉൾപ്പെടെ നവീകരിച്ച് സഞ്ചാര സൗകര്യമുള്ള റോഡ് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയതായി MLA KK രാമചന്ദ്രൻ പറഞ്ഞു. ഇതിന് ഏതാനും വ്യക്തികളുടെ സഹകരണം കൂടി ആവശ്യമാണ്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് അംഗം ബിന്ദു പ്രിയൻ അറിയിച്ചു. ജനങ്ങളുടെ യാത്രാ ദുരിതം കണക്കിലെടുത്ത് മഴയ്ക്ക് മുൻപ് റോഡ് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ പറയുന്നു. ടോറസ് ലോറികൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങളുടെ സഞ്ചാരമാണ് റോഡ് കൂടുതൽ തകരാൻ കാരണമാകുന്നത്. റോഡ് നവീകരിച്ച് സ്വകാര്യ ബസ് സർവീസ് അടക്കമുള്ള ഗതാഗത സൗകര്യങ്ങൾ സാധ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വരന്തരപ്പള്ളി പഞ്ചായത്ത് 19-ാം വാർഡ് തെക്കുമുറി പ്രദേശത്ത് വരന്തരപ്പള്ളി പൗണ്ട് മുതൽ കച്ചേരിക്കടവ് പാലം വരെയുള്ള ഏകദേശം 3/4 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനയാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും യാത്രാ ദുരിതം തുടരുകയാണ്. വീതി കുറഞ്ഞ റോഡിൻ്റെ തകർച്ചയാണ് ഈ യാത്രാ ദുരിതത്തിന് കാരണമായിട്ടുള്ളത്. ഏതായാലും MLA ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജനങ്ങൾ, പ്രദേശവാസികൾ സ്ഥലം വിട്ടുതരുന്ന മുറയ്ക്ക് കച്ചേരിക്കടവ് പാലത്തിൻ്റെ വീതിക്ക് സമാനമായ രീതിയിൽ ഈ റോഡ് ഏറ്റെടുത്തുകൊണ്ട്
നടത്തിയിട്ടുണ്ട്. വശങ്ങളിൽ കാനകൾ കെട്ടി റോഡ് നവീകരിച്ച് യാത്ര സുഗമമാക്കാമെന്ന ഉറപ്പാണ് MLA നൽകിയിട്ടുള്ളത്. ഏതായാലും അത്തരം നടപടികളിലേക്ക് കടക്കുന്ന കാലതാമസത്തിന് മുൻപ് ഈ റോഡ് താൽക്കാലികമായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രായോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. രുചിയൂറും വിഭവങ്ങളുമായി എക്സോബൈറ്റ് ഫുഡ് കോർട്ട് ആമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ആമ്പല്ലൂർ പൈനാടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ച എക്സോബൈറ്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം VR സുരേഷ് ആദ്യ വിൽപ്പന നടത്തി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എക്സോട്ടിക് സാലഡ് ബോക്സ് സമ്മാനമായി നൽകി. 2 അൽഫാം വിഭവങ്ങൾ വാങ്ങുമ്പോൾ 1 അൽഫാം വിഭവം ഫ്രീ ആയി നൽകിയിരുന്നു. എക്സോബൈറ്റിൽ ബേക്കറി, ഡ്രിങ്ക്സ്, ഹെൽത്തി ഡ്രിങ്ക്, ഫ്ലെയിം ഗ്രിൽ, ഫാം ഫ്രഷ് പ്രോഡക്ട്സ് ഐറ്റംസുകൾ ലഭ്യമാണ്. പുതുമയാർന്ന ബേക്കറി വിഭവങ്ങൾ, തണുപ്പേറിയ ഡ്രിങ്ക്സും ഹെൽത്തി ഡ്രിങ്ക്സും, ലൈവ് കൗണ്ടറിൽ തയ്യാറാക്കുന്ന രുചിയൂർന്ന ഫ്ലെയിം ഗ്രിൽ വിഭവങ്ങൾ, നാടൻ രുചി ഉറപ്പാക്കുന്ന ഫാം ഫ്രഷ് പ്രോഡക്ട്സ് എന്നിവയുമായാണ് എക്സോബൈറ്റ് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്. ഉയർന്ന നിലവാരമുള്ള ഗുണമേന്മയും ശുചിത്വവും ഉറപ്പാക്കി കുറഞ്ഞ വിലയിൽ മികച്ച രുചി നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് സ്ഥാപന ഉടമ VK രവി പറഞ്ഞു. നമ്മൾ ഇന്ന് പുതിയതായിട്ട് ആരംഭിച്ചാണ് എക്സോബൈറ്റ് എന്നൊരു സ്ഥാപനമാണ്. ഇതില് നമ്മൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശ്രീരാമ മൂവീസ് തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്, നന്മണിക്കിലെ പോകുന്ന വഴിയിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബേക്കറി ഐറ്റംസ് ഉണ്ട്, ഊട്ടിയിൽ നിന്ന് നേരിട്ടിറക്കുന്ന ഫാം ഫ്രഷ് വെജിറ്റബിളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും, പിന്നെ നമ്മൾ ഇതിലുള്ള ടീ ആൻഡ് അതിൻ്റെ സ്നാക്സ്, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, കൂടാതെ നമ്മൾ അൽഫാം കൂടി ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നല്ല തുറന്നതിന് ശേഷം നല്ല സഹകരണം എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. മേലിലും എല്ലാ നാട്ടുകാരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ സേവനം ലഭ്യമാണ്. കോംബോ ഓഫറുകളും ഫാമിലി പാക്കുകളും കൂടാതെ പ്രത്യേക ഡിസ്കൗണ്ടുകളും എല്ലാം ഒരിടത്ത്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ആമ്പല്ലൂർ സെൻട്രലിൽ നെന്മണിക്കര റോഡിലേക്ക് തിരിയുന്ന കോർണറിൽ എക്സോബൈറ്റ് എന്ന നിലയിലുള്ള ഒരു പേരിട്ടിട്ടുള്ള ഒരു സ്ഥാപനം. ഇവിടെ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, സ്വീറ്റ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുന്ന ഒരു നല്ലൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ച് കഴിഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഒരു വ്യത്യസ്തമാർന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും നല്ല നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി. ഇന്ന് തന്നെ എത്തി രുചിയുടെ പുതിയ അനുഭവം സ്വന്തമാക്കൂ. എക്സോബൈറ്റ് ഫുഡ് കോർട്ട്, പൈനാടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, ചാന്ദ്വി തിയേറ്ററിന് സമീപം, ആമ്പല്ലൂർ. ഫോൺ 9349 629499.
കോൺഗ്രസ് നേതാക്കളായിരുന്ന ഷുഹൈബ്, കൃപേഷ്, ശരത് ലാൽ എന്നിവരുടെ രക്തസാക്ഷി ദിനാചരണം യൂത്ത് കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് അരിപ്പാലത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൻ ബേബി അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ആൻസ് ആൻഡോ, ആൽബിൻ സ്റ്റാൻലി, അഭിജിത്ത് അഭിമന്യു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജിതിൻ ലാൽ, ഫ്രാൻസിസ്, കോൺഗ്രസ് നേതാക്കളായ സന്തോഷ്, വിജയൻ എന്നിവർ സന്നിഹിതരായി. മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് കരൺ, നേതാക്കളെ, നമുക്കറിയാം ഫെബ്രുവരി മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു തീരാ നഷ്ടത്തിൻ്റെ ഒരു മാസം തന്നെയാണ്. ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട 3 യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ CPM-ൻ്റെ കാപാലികർ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു ഓർമ്മയുമായിട്ടാണ് നമ്മുടെ ഈ ഫെബ്രുവരി മാസം നമ്മളെപ്പോഴും കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കണ്ണൂരിലെ മട്ടന്നൂരിലെ പ്രിയപ്പെട്ട ഷുഹൈബ്. ജനകീയ സംരക്ഷണ സമിതി പാലപ്പള്ളി എച്ചിപ്പാറ സംയുക്ത യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തൃശൂർ ബറ്റാലിയൻ ഡിവൈഎസ്പി പ്രക്ഷോഭ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എച്ചിപ്പാറ യൂണിറ്റ് സെക്രട്ടറി AH അസൈനാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷാദിയ അഫ്സൽ, ജിഷാദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമിതി നേതാക്കളായ ശിവദാസൻ തുയ്യത്ത്, ഷിഹാബ് കറുമണ്ണിൽ, ആർട്ടിസ്റ്റ് ഡേവിസ്, PU ഷിഹാബ്, മുഹമ്മദ് കൊമ്പത്തിൽ, പാലപ്പള്ളി യൂണിറ്റ് ട്രഷറർ ഷെഫീഖ് പാറയിൽ എന്നിവർ പ്രസംഗിച്ചു. എച്ചിപ്പാറ യൂണിറ്റ് പ്രസിഡന്റായി ഷാഹിർ, സെക്രട്ടറിയായി അസൈനാർ, ട്രഷററായി അഫ്സൽ എന്നിവരെയും കൺവെൻഷൻ തിരഞ്ഞെടുത്തു. പാലപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റായി സക്കീർ, സെക്രട്ടറിയായി AS സുധീഷ്, ട്രഷററായി ഷെഫീഖ് പാറയിൽ എന്നിവരെയും കൺവെൻഷൻ തിരഞ്ഞെടുത്തു. ഒരിക്കൽ കൂടി ഞാനിതിൻ്റെ ആദ്യകാല ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചേർന്ന് വരുന്ന ഓരോരുത്തരെയും ഞാൻ നന്ദി അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. പരപ്പരപ്പള്ളി പഞ്ചായത്തിലെ ഇങ്ങനെയൊരു സംഘടന നേരത്തെ പറഞ്ഞതുപോലെ മതപരമായിട്ടുള്ള ചിന്താഗതികൾ മാറ്റിവെച്ചുകൊണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, അതും വലിയൊരു വിപത്തായിട്ടുള്ള ലഹരി മരുന്നിനെതിരെ നമ്മുടെ യുവാക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള സംഘടന ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്. വിദ്യാർത്ഥി ഹരിതസേന ഇക്കോസെൻസ് സ്കോളർഷിപ്പിന്റെ ഭാഗമായി അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. 6 വിദ്യാലയങ്ങളിൽ നിന്നായി 56ഓളം വിദ്യാർത്ഥികൾ പഠനോത്സവത്തിൽ പങ്കെടുത്തു. വ്യത്യസ്തമായ രീതിയിൽ അവരുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി പോരുന്ന മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ചും അവർ തയ്യാറാക്കിയ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മോഡലുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംഗീത് കുട്ടികളുമായി സംവദിച്ചു. നമ്മുടെ വർഷങ്ങളായി ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തലത്തിലും വീടിലും സ്കൂളുകളിലും ഇത് നടന്നുകൊണ്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് വിദ്യാലയങ്ങൾക്ക് ഈ പഠനോത്സവം നടത്തുന്നതിൻ്റെ ഒരു കർശന നടപടി ഗവൺമെൻറ്റിൽ നിന്ന് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു പഠനോത്സവമായി വിവിധ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളെ ഇത് നടത്തി അവർക്കൊരു സ്കോളർഷിപ്പ് കൂടി നടത്തി ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ കൂടി ചേർന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന സ്കൂളുകളിലും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് MN ലക്ഷം വീട് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി മരത്താക്കരയിൽ നിർമ്മാണം പൂർത്തീകരിച്ച MN നഗർ ഭവനങ്ങളുടെ താക്കോൽ കൈമാറി. മരത്താക്കര MN നഗർ പരിസരത്ത് നടന്ന ചടങ്ങിൽ താക്കോൽ കൈമാറ്റത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർപേഴ്സൺ TV ബാലൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ വിശിഷ്ട സാന്നിധ്യമായി. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചീഫ് എഞ്ചിനീയർ A നൌഷാദ്, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് അംഗവും മുൻ നിയമസഭാംഗവുമായ ഗീത ഗോപി, ഭവന നിർമ്മാണ ബോർഡ് റീജിയണൽ എഞ്ചിനീയർ ദീപ റാണി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ഫ്രാൻസിസ്, ഡെൻസി ലൈസൺ, KV സജു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PM രാഹുൽ, സിനി പ്രദീപ് കുമാർ, ജോസഫ് പടമാടൻ എന്നിവർ പ്രസംഗിച്ചു. സ്വന്തമായി വീടില്ലാതിരുന്ന സമൂഹത്തിലെ ഏറ്റവും അർഹരായവർക്കായി ഒരു മേൽക്കൂരയിൽ 2 കുടുംബങ്ങളെ പാർപ്പിച്ചിരുന്ന ഇരട്ട വീട് മാതൃകയായിരുന്നു MN ലക്ഷം വീട് പദ്ധതി.
പറപ്പൂക്കര മുത്രത്തിക്കര ആച്ചാണ്ടി വറീദ് ലോനക്കുട്ടി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 മുത്രത്തിക്കര സെന്റ് മേരീസ് പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ. ലില്ലിയാണ് ഭാര്യ. ജിൽസ്, ജിനോ എന്നിവർ മക്കളും ലിനി, വിജില എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ വെസ്റ്റ് കൊല്ലക്കുന്ന് ചിറ്റിലപ്പള്ളി കുന്നൻ തോമൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. ഫാദർ വർഗീസ്, ഡേവീസ്, ജോയ്, ലീന, സിൽവി, ജിമ്മി, ലൂവീസ്, ഷാലി എന്നിവർ മക്കളും ആനി, ജെസി, ദേവസിക്കുട്ടി, പോൾ, ലിജി, ബിനു, ഫ്രാൻസിസ് എന്നിവർ മരുമക്കളുമാണ്. ഉപ്പുഴി കലിങ്ങപ്പുറം കൊച്ചുരാമൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മാങ്കുറ്റിപ്പാടം ക്രിമിറ്റോറിയത്തിൽ. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,460 രൂപയും പവന് 1,15,680 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.